നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തിയ ആളിനെ ഞാനിവിടെ കാണിച്ചു തരാം. ഇദ്ദേഹമാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഈ സ്റ്റോളിൻ്റെ ഇത് നടത്തുന്നത്. എന്താണ് പേര്? എൻ്റെ പേര് സാജൻ. പറയൂ. എന്നിങ്ങനെ ഞാൻ പിന്നെ കേരളത്തിൽ നിന്നാണ്. ഞങ്ങളുടെ കമ്പനി എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ് ടേസ്റ്റി നിബിൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റെഡി ടു ഈറ്റ് ഐറ്റങ്ങളാണുള്ളത്. റെഡി ടു ഈറ്റ് ഐറ്റങ്ങളാണ്. അത് നോൺ വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. ഫിഷ് കറി, ഡക്ക് മപ്പാസ്, അവിയൽ, സാമ്പാർ, കടലക്കറി, പുലാവ്. ഇതെങ്ങനെയാണ് ഇതാക്കുക? വെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പിന്നെ ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അത് ചൂടാകും. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്ന് പറഞ്ഞോളൂ. അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെക്കുക, ചൂടാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച് നോർമൽ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് ചൂടാക്കി എടുക്കാവുന്നേ. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ രാജാവായത് ഇതെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വേണോ ഊണ് കഴിക്കാൻ? അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് നമുക്കിത് കിട്ടും. പിന്നെ ഇവിടെ നമ്മുടെ പുട്ടുപൊടി, പിന്നെ റവ, ദോശ, വറുത്ത റവയാണ്. ഇത് നമുക്ക് ഉപ്പാവ് ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കഞ്ഞി വയ്ക്കാം, നമുക്ക് പൊടിയരിയാണ്. ഇത് പുട്ടുപൊടി നേരത്തെ കാണിച്ചു തന്നെയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഫ്രൈഡ് മസാല പ്രോൺസാണ് കേട്ടോ. അതായത് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ എന്ന് പറയുന്നത് നമ്മളെ പച്ച മലയാളത്തിൽ. അപ്പോൾ ഇതൊക്കെ ഇത് വേറെ പ്രൊഡക്റ്റാണ്. ഇത് അച്ചാറിൻ്റെ ലൈം, പിന്നെ ടെൻഡർ മാംഗോ, ഇത് കട്ട് മാംഗോ, ഇതിങ്ങനെ ചെത്തുമാങ്ങ എന്ന് പറയും. ഇതാണ് നമ്മുടെ ഫിഷ്. ഇതെന്താണ്? ഫിഷ് അച്ചാറാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മുടെ ടേസ്റ്റി നിബിൾസാണ്. പിന്നെ ഇത് ചക്ക വരട്ടി, അതായത് നമ്മുടെ പഴയ ചക്ക വരട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ പാക്കറ്റിൽ കിട്ടും കേട്ടോ. അതിനൊരു വിഷമം വേണ്ട. ഈ ചക്ക കഴിച്ചില്ല എന്നുള്ളൊരു പരാതി വരില്ല. ഇത് അവിയലൊക്കെ വെറുതെ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളത്തിനകത്ത് ഇട്ടാലും പിന്നെ ഓവനകത്ത് വെച്ചാണേലും പെട്ടെന്ന് നമുക്ക് റെഡിയിട്ട് പിക്നിക്കിന് പോകുമ്പോഴും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ടൊമാറ്റോ റൈസ്. അതേ നമ്മുടെ പുലാവൊക്കെ ഉണ്ട്. പിന്നെ എന്താ വേണ്ടേ? പുലാവ്, ഡക്ക് മപ്പാസ്. അത് ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഡക്കിൻ്റെ അതുണ്ടെങ്കിൽ ഇനി മേടിച്ച് അതിനെ കൊന്നു അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് റെഡി കിട്ടും. ചിക്കൻ പെപ്പർ, ചെട്ടിനാട്, ഇനി എന്ത് വേണം നോക്കൂ. ചെട്ടിനാട് ചിക്കൻ പെപ്പർ. പിന്നെ ഫിഷ് കപ്പ ബിരിയാണി ഉണ്ട്. അത് എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടേക്കണം കപ്പ ബിരിയാണി കേട്ടോ. ഇത് ഫിഷ് ബിരിയാണി, അത് നമുക്കറിയാം. സാമ്പാർ, നമ്മുടെ സാമ്പാർ റെഡിയാണ്. ഇതെല്ലാം റെഡിയാണ്. വെറുതെ പോയിരിക്കുക, പുറത്ത് പോവുക, ഇത് വരിക, വെള്ളത്തിലിടുക, തിളപ്പിക്കുക, തിന്നുക, അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു ജോലിയില്ല കേട്ടോ. അതാണ്. ഇത് ചൈനീസ് പൊട്ടറ്റോ, കൂർക്കയാണോ? അച്ഛാ, ഞാൻ വിചാരിച്ച ഇത് നമ്മുടെ ചൈനീസ് പൊട്ടറ്റോ എന്ന് വിചാരിച്ചപ്പോൾ പൊട്ടറ്റോ എന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, അതല്ല കേട്ടോ. ഇത് നമ്മുടെ കൂർക്കയാണ്. അപ്പോൾ കൂർക്ക, പുലാവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോളിൽ നമുക്കിതെല്ലാം കിട്ടും. ഇനിയും വരും സ്റ്റോളുകളിലോ എവിടെയെങ്കിലുമൊക്കെയാണ് നിങ്ങളിത് വാങ്ങിക്കഴിക്കണം. നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പോലും കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കിയിട്ട് കഴിച്ചു നോക്കിയവരെല്ലാം നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്റ്റോൾ ഒന്നുകൂടെ ടേസ്റ്റി. നിങ്ങളുടെ ദൗത്യമാണ്. ക്യാമറ അവരിലേക്ക് പോകരുത്. റെഡി? കിട്ടുന്ന നല്ല ഒറിജിനൽ ജ്യൂസാണ്. നല്ല വീട്ടിലുണ്ടാക്കണതും ഉണ്ട് കേട്ടോ. ഫുഡ് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ പാസ്പോർട്ടും കോണ്ടാക്ട് നമ്പർ ഉണ്ട്. ഇതിൽ ആണ് കോണ്ടാക്ട് നമ്പർ. ആർക്കെങ്കിലും വേണമെങ്കിൽ പാസ്പോർട്ട്, വിസ, സ്റ്റുഡൻറ്റ് വിസിറ്റർ, എയർ ടിക്കറ്റ്, റെയിൽവേ ടിക്കറ്റ്, പാൻ കാർഡ്, സ്റ്റേഷൻ. ഇത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലോ. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എന്നാലും ഒന്ന് ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ ചേച്ചിയാണ്. ഇതിൻ്റെ എന്താ പേര്? വത്സല നായർ. കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
പിന്നെ ഇവിടെ നമ്മളുടെ ഇത് വേറെ സെക്ഷനാണ്. ഇവിടെ നമ്മുടെ അപ്പമുണ്ട്. ആഹാ, ഈ അപ്പത്തിന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും കിട്ടും ഈ അപ്പം. നമ്മുടെ പക്കോടയുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റാളിൽ ഇതാണ് വയ്ക്കുന്നത്. പിന്നെ മോര്. താങ്ക് യു. ഇവിടെ നമ്മുടെ ഏത്തക്കപ്പം. വേണം കണ്ട. ഇത് നമ്മുടെ കപ്പയാണ് കേട്ടോ, നമ്മുടെ മീൻ കപ്പ. മീനുണ്ടോ? മീനില്ല കേട്ടോ, ഇവിടെ മീൻ അലൗഡല്ല. ഇവിടെ ഗുജറാത്താണ്, അതുകൊണ്ട് മീനല്ല. ഇവിടെ വീട്ടിൽ മാത്രമേ അലൗഡുള്ളൂ. നല്ല ചട്നി ഉണ്ട്. മുളക് ചട്നിയാണ്. എനിക്ക് വയ്യ. വാട്ടറിങ്. പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ നമ്മൾ വിൽക്കുന്ന ആളിനെ കണ്ടോളൂ, നമ്മൾ സെയിൽ ചെയ്യുന്ന ആളിനെ കണ്ടത്. നാരങ്ങ അച്ചാറ്. പിന്നെ എന്ത് വേണം? മീനേക്കാളും നല്ല അടിപൊളിയല്ലേ. പിന്നെ ഇതിനകത്ത് ചക്ക അപ്പം. ഇടനേലയിലാണ് കേട്ടോ ഇത്. ഈ ഇടനേല എവിടെ നിന്ന് കിട്ടി? നാട്ടിൽ നിന്ന് ഇവിടുന്ന് ഇടനേലയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയത് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ അപ്പമൊക്കെ കിട്ടും, നല്ല ചക്ക അപ്പം. അതായത് അടാന്ന് പറയും അല്ലേ, ചക്കയട. കുമ്പളപ്പം. മണം വരുന്നുണ്ട് കേട്ടോ, നല്ലതായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല. ഇത് നമ്മുടെ പഴംപൊരി. പഴംപൊരിയുടെ കൂടെ എന്താ? ഒള്ളി പഴംപൊരി. ഈ നാട്ടിലെ പോലെ ബീഫ് കറി അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് ഇവിടെ പറയാൻ പാടില്ല കേട്ടോ, ഞങ്ങളെ കൊന്നുകളയും. അപ്പോൾ ഇതാണ് നമ്മുടെ വേറെ സ്ഥലം. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് പത്മാവതി. പത്മാവതി. ഓക്കെ. അപ്പോൾ പത്മാവതി ചേച്ചിയാണ് ഇതെല്ലാം നമുക്ക് തരുന്നത് കേട്ടോ. എല്ലാവരും വന്ന് ഇനിയും വേറെ സ്ഥലങ്ങൾ ഇതുപോലെ വരുമ്പോഴത്തേക്ക് മേടിച്ച് കഴിക്കണം എല്ലാവരും. അപ്പോൾ എന്താ നിങ്ങളുടെ കടയിലെ മുഖം വന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നല്ല സുന്ദരിയാണ്, അതുകൊണ്ടാണ് ഒരു മടിയായിരുന്നു കേട്ടോ പുള്ളിക്ക്. പറഞ്ഞോളൂ, മോളുടെ പേരെന്താ? അവരുടെ പേര് ക്രാഫ്റ്റി കോക്ടെയിൽ. ഓക്കെ. ഇത് കുറേ നാളായി തുടങ്ങിയിട്ട് ഇങ്ങനെ. ഇതെല്ലാം ഇതിനും നമ്മുടെ വരണ്ട് ശ്രീശക്തിയാണ്. ഇത് കുഞ്ഞ് ശ്രീശക്തിയായിട്ടാ, വലിയ ശ്രീശക്തി ആയിട്ടില്ല. അപ്പം നമ്മളുടെ ഐറ്റംസൊക്കെ ഇതാണ്. ജ്യൂസാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസുകളാണ്. ഇത് കൊക്കം സർവത്തിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും വന്ന് ജ്യൂസ്. നിനക്ക് നല്ല പച്ച നിറമാണല്ലോ. നീ എവിടെ നിന്നാണ് ഇങ്ങനെ? നീ എങ്ങനെയാണ് ഈ കൂട്ടിനകത്ത് ആയിപ്പോയത്? എന്ത് പറയാനാ മോളെ, എന്നെ ഒരു വേടൻ വന്ന് പിടിച്ചു കൊണ്ടുവന്നു. എന്നെ ഇവിടെ കണ്ടോ, ഒരു കൂട്ടിൽ അടച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാമോ? നിനക്ക് കൂട്ടിലിരിക്കുന്നതാണോ ഇഷ്ടം, അതോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണോ ഇഷ്ടം? രക്ഷിക്കണം എന്നെ. എനിക്ക് ആകാശത്തു കൂടെ പറന്ന് നടക്കുവാനാണ് ഇഷ്ടം. കണ്ടോ, എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? അതെ, എനിക്ക് നിന്നെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും അത്രയും ഊർജം ശരീരത്തിൽ സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ സുഗതാഞ്ജലി ആഗോള കാവ്യാലാപന മത്സരത്തിലെ വിജയികളാണിത്. വിജയികൾ നമ്മുടെ കുട്ടികളും വിജയിച്ചവരില്ലേ? ഇവിടെ ഗുജറാത്തില് ആഗോള കാവ്യാലാപന മത്സരത്തിൽ വിജയിച്ചവരുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളെ പങ്കെടുത്ത് ഈ വർഷം ഏതൊക്കെയാണ് നമ്മുടെ കവിതകൾ? ഒന്ന് UP താഴത്തെ കുട്ടിക്ക് ഏതാണ്? താഴത്തെ ലെവൽ ചങ്ങമ്പുഴ, അത് തൊട്ടുമുള്ള ലെവൽ ബാലാമണിയമ്മ, അതിന്റെ മുകളിലുള്ള ലെവൽ ഇടശ്ശേരി. 50 കൊല്ലം മുമ്പിലുള്ള സംഭവത്തിന്റെ ഇതേ ഭേദമുള്ളൂ. പെങ്ങൾക്കൊരെള്ളിപ്പൂവത്ത മൂക്കിൽ തൂങ്ങിന പൊന്നാത്തുണ്ടായിരുന്നു. ടീച്ചറിനറിയാലോ. അടുത്തവര് പറയും, ആങ്ങളതൻ മുഖം പൗഡർ പൂശി മിന്നിത്തിളങ്ങിയിരുന്നുമില്ല. പൗഡർ